എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് മിക്സഡ് ഫ്രൂട്ട് സേമിയ പായസം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഈ ഒരു പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെറും 10 മിനിറ്റ് മതിയാകും. വളരെ ഈസിയാണ് തയ്യാറാക്കാൻ, അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു പായസം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഈ ഒരു പായസം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടൈപ്പിലുള്ള ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഒരു ആപ്പിൾ തൊലി കളഞ്ഞിട്ട് പൊടിയായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു റോബസ്റ്റ പഴം, പിന്നെ ഒരു പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. പഴം ഏത് ടൈപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നേന്ത്രപ്പഴവും ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സേമിയ പായസം ആക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടികട്ടിയുള്ളൊരു പാത്രം മീഡിയം ഹൈ ഫ്ലെയിമിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ലിറ്റർ പാട നീക്കാത്ത പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഏത് കവർ പാലോ ഏത് പാൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ പാലൊഴിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സേമിയാണ്. നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സേമിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സേമിയ വറുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം സേമിയ എടുത്തിട്ടുണ്ട്. ഇത് കനം കുറഞ്ഞ സേമിയയാണ്, അതുകൊണ്ട് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക, അതിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ട്. അപ്പോൾ സേമിയ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ പായസത്തിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഫ്രൂട്ട്സിന് അത്യാവശ്യം കുറച്ച് മധുരമുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ പാല് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലെ സേമിയ നന്നായിട്ട് വെന്ത് വരും. കനം കുറഞ്ഞ സേമിയ ആയത് കാരണം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി നമ്മൾ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കും. അപ്പോൾ അതിന് മുൻപായിട്ട് ഈ പാല് നന്നായിട്ട് തിളച്ച് കുറുകി വരണം. അപ്പോഴാണ് ഈ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ഫ്രൂട്ട്സ് ചേർക്കുമ്പോൾ പാല് പിരിഞ്ഞു പോകുമോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. അപ്പോൾ നമ്മൾ പിരിഞ്ഞു പോകുന്ന, അതായത് പൈനാപ്പിളൊക്കെ ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് വേവിച്ചതിന് ശേഷം പായസം അവസാനം റെഡി ആകുമ്പോഴത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് പിരിഞ്ഞൊന്നും പോവില്ല. ഇപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഫ്രൂട്ട്സ് വേവാനായിട്ട് അധികം സമയം എടുക്കില്ല, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ പഴമോ നേന്ത്രപ്പഴമോ നിങ്ങൾക്ക് എടുക്കാം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ. അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് പാല് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു പായസം തേങ്ങാപ്പാലിലും ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശർക്കര മധുരത്തിന് പകരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ ഏലക്കപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ കുരു മാത്രം ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു മിൽക്ക് മെയ്ഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ പായസത്തിന് നല്ലൊരു കട്ടിയും കിട്ടും. അപ്പോൾ അവസാനമാണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മധുരം ഇപ്പോൾ കറക്റ്റായിരിക്കും നിങ്ങൾ നോക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മിക്സഡ് ഫ്രൂട്ട് സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പായസം ഈ വിഷുവിന് തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്